സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ ധവളപത്രം മേശപ്പുറത്ത് വയ്ക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച പിണറായി സർക്കാരാണ് ഉത്തരവാദി. ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നാളിതുവരെ കേരളത്തിലുണ്ടായിട്ടില്ല എന്നാണ് ധവളപത്രത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിലും പറഞ്ഞിട്ടുള്ളത്. പോയ ബഡ്ജറ്റ് തന്നെ, ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് തന്നെ പൂർണ്ണമായും തെറ്റാണ്, കള്ളക്കണക്കിൻ്റെ കളിയാണ് നടന്നിട്ടുള്ളതെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. അത്രയധികം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഗവൺമെൻറ് പോകുന്നു. മറുഭാഗത്ത് പറഞ്ഞ മറുപടി ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അതിനുശേഷം ശ്രീ പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അന്നും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഇവർ 5-5 വർഷം കൂടുമ്പോൾ ഓരോ ധവളപത്രം ഇറക്കുന്നു. ആ ധവളപത്രത്തിൽ ഇവർ പറയുന്നത് ഈ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അത് അവർ സ്ഥിരം പറയുന്നതാണ്. നിയമസഭാ സമ്മേളനം ഞങ്ങളത് പറഞ്ഞു. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ നിങ്ങളാണ് ഭരിക്കുന്നത്, ഈ 2 മുന്നണിയുമാണ് ഭരിക്കുന്നത്. നിങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പും കഴിയുമ്പോൾ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോ ധവളപത്രം പറയുക, അത് തെറ്റാണെന്ന് മറുഭാഗം പറയുക, ഇത് കേരള നിയമസഭയുടെ ഒരു പതിവ് രീതിയായി മാറിയിരിക്കുന്നു. രണ്ടുപേരും യോജിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ്, കേന്ദ്ര ഗവൺമെൻറ് പണം നൽകുന്നില്ല. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവസാനം പറഞ്ഞത് ഇപ്പോൾ അക്കൗണ്ടിൽ 6000 കോടി രൂപ ബാലൻസ് ഉണ്ട് എന്ന് KN ബാലഗോപാൽ പറയുന്നു. ഞാൻ അധികാരമേൽക്കുമ്പോൾ 2000 കോടിയേ ഉള്ളൂ, അത് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഗ്രാൻഡ് ആണെന്ന് കേരള മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും, അത് നികുതിയായാലും ഗ്രാൻഡ് ആയാലും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ആയാലും വളരെ കൃത്യമായും കൊടുക്കുന്നുണ്ട് എന്ന് ഇരു കൂട്ടരും നിയമസഭാ ചർച്ചാവേളയിൽ പലപ്പോഴും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ 2 മുന്നണിയും കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയുക. ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയിൽ ഒരുപാട് അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേന്ദ്ര വിരുദ്ധത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ തുടരുകയാണ് UDF ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് കുറ്റം പറയുന്നില്ല? മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, ഞങ്ങളെല്ലാ നല്ല ഭാഗങ്ങളും സ്വീകരിക്കുന്നു, ഞങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്ന ഏക അജണ്ടയാണ് ഇവരുടെ മുന്നിലുള്ളത്. സ്വന്തം പരാജയം മറച്ചു വയ്ക്കുവാൻ നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ്റിനെ കുറ്റം പറയുക. പക്ഷേ കണക്കുകൾ പരിശോധിക്കപ്പെടുമ്പോൾ കേന്ദ്രം നികുതി ഇനത്തിലും ഗ്രാൻഡ് ഇനത്തിലും ഒക്കെ കൊടുക്കേണ്ട എല്ലാ തുകയും കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഒരുപാട് പദ്ധതികൾ ഈ ഗവൺമെൻറ് പറയുന്നുണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ. അതെങ്ങനെ നടപ്പിലാക്കപ്പെടും? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി. ഇന്നത്തെ രേഖയിലും അദ്ദേഹം പറയുന്നത് 90% തുകയും ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ, മുൻ ഗവൺമെൻറ് വാങ്ങിയിട്ടുള്ള കടത്തിന് പലിശ കൊടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂ. ബാക്കി 10% തുകയാണ് ഈ സംസ്ഥാനത്തിൻ്റെ തനത് വികസന പ്രവർത്തനത്തിന് വേണ്ടി നടത്തേണ്ടതുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10% തുക കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കും? ഇത് ഒരു ഭാഗത്തെ കണക്ക്. മറുഭാഗത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പറയുകയും ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള രേഖയിലും പറഞ്ഞിട്ടുള്ളത്, സംസ്ഥാന ധനകാര്യ വകുപ്പിന് സമാന്തരമായി കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഭരണഘടനാനുസൃതമായി യഥാർത്ഥം നിലനിൽക്കുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതു ഖജനാവിൽ നിന്ന്
സെസ് അടക്കമുള്ള തുക കിഫ്ബിയിലേക്കാണ് പോകുന്നത്. കിഫ്ബി ഒരു സ്വതന്ത്ര ഏജൻസിയെപ്പോലെ പ്രവർത്തിക്കുന്നു. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കുന്നു. ആ കടവും വീട്ടേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നിയമസഭയിൽ 5 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയുടെ കടവും കൂടി കൂട്ടിയാൽ ഈ സംസ്ഥാനത്തിൻ്റെ പൊതുകടം എത്രയാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കിഫ്ബിയുടെ കടമൊന്ന്, പൊതുകടം വേറെ. അപ്പോൾ അത്രമാത്രം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തുടർച്ചയായിട്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് അശാസ്ത്രീയമായ സാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ നടത്തി ഇവിടുത്തെ നടത്തേണ്ടിയിരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഇന്ന് മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞു, ഭാരതത്തിൽ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പൊതുകടമുള്ള സംസ്ഥാനം കേരളമാണ്. ആരുത്തരവാദി? ഇവർ രണ്ടുപേരുമല്ലേ നാളിതുവരെ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളായി ഈ സംസ്ഥാനം ഭരിച്ച ഇടതു വലതു മുന്നണികളാണ് മറുപടി പറയേണ്ടത്. അതിനു പകരം കേന്ദ്ര വിരുദ്ധ നിലപാട്, പ്രധാനമന്ത്രി വിരുദ്ധ നിലപാട്, ഇതാണ് ഇവർ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ, കബളിപ്പിക്കാൻ തുടർച്ചയായി നടത്തുന്ന പ്രചരണം. ഈ പ്രചരണത്തിനെതിരെയുള്ള ശബ്ദം ഞങ്ങൾ 3 പേർ കേരള നിയമസഭയിലെ യഥാർത്ഥ പ്രതിപക്ഷമാണെന്ന് ഈ നിയമസഭാ സമ്മേളന വേദിയിൽ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാൻ തന്നെയാണ് ഇന്ന് മാധ്യമ സുഹൃത്തുക്കളെ കൂടി സഹായം തേടിയിട്ടുള്ളത്. കിഫ്ബിക്ക് കൊടുക്കാനുള്ള കടം 21,000 കോടി രൂപയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻ നഷ്ടത്തിൽ. ഇവയുടെ ആകെ നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നുവെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. വായ്പകളുടെ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും എടുക്കുന്ന വായ്പകളുടെ 5.18% മാത്രമാണ് മൂലധന രൂപീകരണത്തിന് ഉപയോഗിക്കുന്നത്. കടമെടുക്കുന്ന പൈസ പോലും വകമാറ്റി ചെലവഴിക്കുന്നതാണ് ഇന്ന് ധവളപത്രത്തിൽ പറയുന്നത്. പെൻഷൻ, ശമ്പളം, വായ്പാ തിരിച്ചടവ് എന്നിവയ്ക്ക് വരുമാനത്തിൻ്റെ 98% ചെലവഴിക്കുന്നുവെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്തിൻ്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. ഇത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 35.5%. ഏകദേശം 48,733 കോടി രൂപയുടെ കുടിശ്ശികകൾ നൽകാനുണ്ട്. അങ്ങനെ വളരെ ഗൗരവമായ കിഫ്ബി അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, ഒരു വികസന പ്രവർത്തനവും നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാനം പോകുന്നു എന്നാണ് ഇന്ന് ധവളപത്രത്തിൽ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ, ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഏത് തുകയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തെ കുറ്റം പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അതിനെക്കുറിച്ചൊന്നും പറയാതെ ഞങ്ങൾ എല്ലാവരുടെയും സഹായം തേടുമെന്ന രീതിയിലേക്ക് രണ്ട് മുന്നണി ഇന്ന് കേരള നിയമസഭയിൽ ഈ സെക്ഷനിൽ എന്താ പറഞ്ഞത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ നടത്തുന്നു. ഇപ്പോൾ നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരും ഡീല് നടത്തിയിട്ടാണ് ജയിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം നടത്തുന്നത്. ഒരു കാര്യം രണ്ട് മുന്നണിയെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ജനവിധി അംഗീകരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. നേമത്തെയും കഴക്കൂട്ടത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത്. 30 ലക്ഷം വോട്ട് എന്ന് BJPക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ 30 ലക്ഷം വോട്ട് ചെയ്തവർ മണ്ടന്മാരാണ് എന്ന് നിങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളത് പരിശോധിക്കാതിരുന്നാൽ കേരള നിയമസഭയിലേക്ക്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് BJP വരും. അതിന് യാതൊരു സംശയവും വേണ്ട. ഇതാണ്, ഈ നിഷേധാത്മകമായ നിലപാടാണ് ജനങ്ങളോട് ഈ രണ്ട് മുന്നണിയും തുടരുന്നത്. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ വക്കീൽ